ഞാൻ ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെ വളരെ ശക്തമായി എതിർക്കുന്നുണ്ട്. 5 മിനിറ്റേ ഉള്ളൂ, ഞാൻ ചുരുക്കി പറയുകയും ചെയ്യാം. കഴിയുമെങ്കിൽ പാലക്കാട് അംഗം ദാനം ചെയ്ത ആ സമയം എനിക്ക് കിട്ടിയ കുറച്ചുകൂടി നന്നായിരുന്നു. നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് ഞങ്ങൾ എല്ലാ കാര്യത്തെയും എതിർക്കുക എന്നതല്ല. ജനങ്ങൾക്ക് ദോഷകരമായി സംഭവിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുക, എതിർക്കുക എന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാര്യം വളരെ കൃത്യമാണ്. ഈ ഗവൺമെൻറ് വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ പ്രതിപക്ഷം അത് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ പ്രസംഗം കഴിഞ്ഞ ഒരു 7 വട്ടമായി ഈ ബഡ്ജറ്റ്, ഇത്തരം ബഡ്ജറ്റിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നൊന്നും കാണാത്തൊരു പുതിയ രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ നാടിനെ പണയപ്പെടുത്തുന്ന രീതിയിലാണ് ചില പ്രഖ്യാപനങ്ങൾ കാണാൻ. നമ്മുടെ രാജ്യത്ത് അദാനിയും അതുപോലെ തന്നെ വലിയ വ്യവസായികൾ ലക്ഷ്യമിടുന്ന സ്ഥാനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഈ ബഡ്ജറ്റിനകത്ത് കാണാൻ കഴിഞ്ഞത്. അതിനെ വളരെ ശക്തമായി എതിർക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ കേരളത്തിനകത്ത് കടമുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് ഈ കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും നല്ലപോലെ നമുക്ക് അറിയാൻ കഴിയും. നമ്മുടെ കേരളത്തിനകത്ത് കേരളം മാത്രമാണോ കടം വാങ്ങിച്ചിട്ടുള്ളത്? കേരളം കടം വാങ്ങിയ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു 10ാം സ്ഥാനത്താണെന്ന് തോന്നുന്നു. മറ്റ് പല സംസ്ഥാനങ്ങളും കടം വാങ്ങിച്ച് അവരുടെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒട്ടേറെ ഇടപെടൽ നടത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ കേരളവും നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം കടം വാങ്ങി നടത്തിയ ഇടപെടലിൽ ഇവിടെ ഈ കേരളം പട്ടിണി കിടന്നിട്ടുണ്ടോ? റേഷൻ കടകൾ പൂട്ടിയിട്ടില്ല. കൈനിറയെ പെൻഷൻ പണം ഉൾപ്പെടെ ധാരാളം കൊടുത്തുകൊണ്ട് ഈ കേരളത്തെ സാധാരണക്കാരെയും എല്ലാ വിഭാഗം ആളുകളെയും തൊഴിലാളികളെയും സംരക്ഷിച്ച ഒരു 10 വർഷമായിരുന്നു സാർ അത്. അതിനെയാണ് ഇല്ലാതെ അല്ലെങ്കിൽ കണ്ടില്ല എന്നടിച്ച് ഈ കേരളത്തിൽ കടം വാങ്ങിച്ചേ എന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന് കടം ഇല്ലേ? ചെറിയ കടമാണോ കേന്ദ്ര സർക്കാർ വാങ്ങിച്ചിട്ടുള്ളത്? ഇവിടെ BJP അംഗം അതൊന്നും കണ്ടില്ലാത്ത പോലെയാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം 2 കോടിയുടെ മീതെ വരുന്ന 2 കോടിയല്ല 2 ലക്ഷം കോടി 2.5 ലക്ഷം കോടിയുടെ വീതം വരുന്ന വലിയ കടമാണ് കേന്ദ്രം വരുത്തി വെച്ചിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ അതുപോലെ ഉണ്ട്. ഇവിടെ വാങ്ങിച്ച കടം ഈ നാടിനകത്ത് കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഇതാണ് പരിശോധിക്കപ്പെടേണ്ടത്. കഴിഞ്ഞ 10 വർഷം ഈ കടം വാങ്ങിച്ചതിൻ്റെ പേരിൽ ഏതെങ്കിലും മന്ത്രിമാർ അഴിമതിയുടെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതിനെ പരിശോധിക്കണം. ഇവിടെ ബഡ്ജറ്റിനകത്ത് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് അവസരം പറഞ്ഞോളൂ. ബഡ്ജറ്റിനകത്ത് കേന്ദ്ര സർക്കാർ ഈ കേരളത്തിനകത്ത് തരുന്ന പണത്തെക്കുറിച്ച് അല്ലെങ്കിൽ തന്ന പണത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് കിട്ടേണ്ട പണം ഇത്രയാണ്. ഈ കേരളത്തിലേക്കാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മാത്രമല്ലല്ലോ. ഈ കേരളത്തിന് തരേണ്ട പണം ഇത്രയായിരുന്നു, തന്നില്ല. ആ പണം ഇത്ര കിട്ടാണ്ട് എന്ന് പറയണ്ടേ? എല്ലാം രാഷ്ട്രീയ കണ്ണോടുകൂടി കണ്ടാൽ ശരിയാവൂ? ഇത് വളരെ കൃത്യമായി ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇടപെട്ടത്. അങ്ങനെ ഇടപെട്ടതിൻ്റെ ഭാഗമായി കടം വാങ്ങിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി കേരളത്തെ പട്ടിണിയില്ലാതെയും സന്തോഷമായി കൊണ്ടു നടക്കാൻ നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട് സാർ. എന്നാൽ ഇവിടെ ഇന്നിപ്പോൾ കാലത്ത് ഒരു ചോദ്യത്തിൽ ചോദിച്ചത് പ്രതിപക്ഷ നിലയ്ക്ക് കണ്ണിൽ കാണുമ്പോൾ ഞങ്ങൾ പറയും. അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല. മുഖ്യമന്ത്രി വളരെ വികാരപരിതമായിട്ടാണ് അതിന് മറുപടി പറഞ്ഞത്. ഞങ്ങൾ ചോദ്യത്തിലൂടെ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ വിവിധ പദ്ധതികൾ ഒന്നാണ് സ്ത്രീ സുരക്ഷയുടെ പേരിൽ അവർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി സൗജന്യമായി നിങ്ങൾ യാത്ര അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതി നല്ലതാണ്. പക്ഷെ ആ പദ്ധതി വലിയ പ്രതീക്ഷയോടു കൂടിയാണ് സ്ത്രീകൾ അന്ന് വന്നപ്പോൾ വാർത്തയിൽ കണ്ടതാണ്. വാർത്തയിൽ കണ്ടത് തെറ്റാണെന്നാണ് ഇവിടുത്തെ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ഇപ്പോൾ പറഞ്ഞത്. ഞങ്ങൾ കണ്ട വിവിധ വാർത്താ ചാനൽ കണ്ടത് കൊണ്ടുപോയി ജീവനക്കാർ ഒട്ടിക്കുന്നതും ഇതെല്ലാം കണ്ടതാണ്. ആ കണ്ടതാണ് ചോദിച്ചത്. അതുപോലെ ഈ ഇൻഷുറൻസ് പദ്ധതിയും മാറിപ്പോവോ എന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുള്ള മറുപടി അല്ല വന്നത്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളൊരു ആശങ്കയാണ് ചോദിക്കുന്നത്. ഇവിടെ സർക്കാരിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ മന്ത്രിമാർ അറിയില്ല പറഞ്ഞ് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു.
ഇതിനെ വളരെ കൃത്യമായി ഒരു ആശങ്കയോടുകൂടി കാണുന്നു. ഈ ബഡ്ജറ്റിനകത്ത് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് ജനം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളെ കാണുന്നത്. ഇവിടെ അദാനിക്കും അതുപോലെ തന്നെ മോദിയുടെ എല്ലാം നിലപാടെല്ലാം അതേപോലെ കേരളത്തിൽ ആവർത്തിക്കരുത്. ഇവിടെ കേരളത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിന് അദാനിയുടെ സ്വന്തം നാടായി ദയവ് ചെയ്ത് മാറ്റരുതേ എന്നാണ് ഞങ്ങൾക്കിവിടെ അറിയിക്കാനുള്ളത്. ഈ ബഡ്ജറ്റിനെ വളരെ ശക്തമായി എതിർക്കുന്നു.